പഞ്ചവർണ്ണ കിളിച്ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ പഞ്ചവർണ്ണ കിളിച്ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ കണ്ണൊന്നടച്ചാലോ ബെൻസി പാടി. ബെൻസി നൃത്തം വെച്ചു. അതൊരു നാടിൻ്റെ പൊന്നോമനയായിരുന്നു. അവളുടെ നേരം പോക്കുകളിൽ പറഞ്ഞും പറയാതെയും പോയ ഒരു ജീവിതം കൂടി ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു. ഇന്ന് ബെൻസി നമ്മോടൊപ്പമില്ല. ബെൻസിയുടെ ഭർത്താവ് സുനിൽ ബെൻസിയെ വകവരുത്തി. 24 വയസ്സിൽ അവളുടെ വിവാഹം. ഉരുപ്പടിയും പണവും വസ്തുവും ഉള്ളതെല്ലാം നൽകി അവളെ നാലാളറിയെ കെട്ടിച്ചു. വരൻ സുനിൽ അന്ന് വളരെ മാന്യൻ ആണ് എന്നെല്ലാവർക്കും തോന്നി. 2 ആൺകുട്ടികൾക്ക് ശേഷം ദമ്പതിമാർ ഒരു കൂരക്കീഴിൽ ലിവിങ് ടുഗദർ എന്ന പോലെ മാത്രമായി. ബെൻസിക്ക് ഒരു ചെറിയ ജോലിയെങ്കിലും വേണം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അങ്ങനെയാണ് ബെൻസി ഹരിതകർമ്മസേനയിൽ ചേർന്നത്. എന്നും പുലർച്ചെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ബെൻസി പുറത്തേക്ക് പോകും. വീടാന്തരം കയറിയിറങ്ങി മാലിന്യങ്ങളെ ശേഖരിക്കും. വിളിച്ച് പറയും ഭയങ്കര ശല്യമാണ് എന്ന് മദ്യപിച്ചിട്ട് ഉപദ്രവിക്കാറുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തിട്ട് വെട്ടാനൊക്കെ ഓടി. അവരുടെ ഇടയ്ക്ക് ചിലവെടുത്ത് തലയ്ക്കൊക്കെ അടിച്ച് അവർ കണ്ണ് വീക്കായിട്ട്. സുനിൽ മദ്യപാനിയായി, ചിലപ്പോൾ കഞ്ചാവും. ബന്ധുക്കൾ നമ്മളോട് പറഞ്ഞതാണ്. കുട്ടികൾ പറഞ്ഞു എന്നും മദ്യപിച്ചു വരുന്ന അച്ഛൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അമ്മയോട് വഴക്കിടുമെന്ന്. പക്ഷെ പറയാതെ വയ്യ കേട്ടോ. ഇത്തരം വീഡിയോകളൊക്കെ കാണുമ്പോൾ മനസ്സ് അറിയാതെ പറഞ്ഞു പോകുന്നൊരു കാര്യമുണ്ട്. ഏതോ ഒരു ദുരന്തം അവരുടെ ദാമ്പത്യത്തിലേക്ക് എന്തിൻ്റെയോ രൂപത്തിൽ ഒരിക്കൽ കടന്നു വന്നതിന് ശേഷമാണ് സുനിൽ ഇത്രത്തോളം മാറിയത്. അല്ലെങ്കിൽ നമുക്ക് കാണാവുന്ന ഈ കാഴ്ചകൾ പോലെ തന്നെ ഏത് സാഹചര്യത്തോടും മതിമറന്ന ആനന്ദം കണ്ടെത്തുന്നവരായിരുന്നു അവർ രണ്ടുപേരും. അവരുടെ ദാമ്പത്യത്തിലേക്ക് വീണ കരടെന്തായിരുന്നു? അത് ഇങ്ങനെയാണ് അവരൊക്കെ പറയുന്നത്. സുനിലിന് ഈയിടെയായി വലിയ സംശയമാണ് ബെൻസിക്ക് മറ്റാരോ ചങ്ങാതിയായി ഉണ്ട് എന്ന രീതിയിലാണ് എപ്പോഴും സുനിലിൻ്റെ വർത്തമാനവും പ്രവൃത്തിയുമൊക്കെ. സംശയത്തോടെയാണ് ബെൻസിയെ എപ്പോഴും നോക്കിക്കാണുന്നത്. മൊബൈൽ എപ്പോഴും പിടിച്ചു വാങ്ങും. മൊബൈൽ വിളിച്ചതാര്, മെസ്സേജ് ഇട്ടതാര് എന്നിങ്ങനെ ചോദിക്കും. എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ അന്ന് പിന്നെ കൊലപാതകത്തിൻ്റെ അടുത്തുവരെ എത്തുന്ന രീതിയിലുള്ള ബഹളങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതങ്ങ് നടന്നു. രാത്രിയിൽ കിടന്നുറങ്ങിയ ബെൻസിയാണോ അതോ അവർ തമ്മിൽ വഴക്കിട്ടതിന് ശേഷമാണോ? അറേഞ്ച് മാരേജ് ആയിരുന്നു. അവൾക്ക് 20 വയസ്സിലായിരുന്നു അവൾക്ക് മാരേജ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും ഇത് അറിയില്ലായിരുന്നു. മദ്യപാനെന്ന് കഞ്ചാവാണെന്ന് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ മൂത്ത മോനെ 7 മാസം ഗർഭിണിയായിരുന്നപ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയ പ്രശ്നമാണ്. അപ്പോൾ ഇവർ ഒരു വീട് വാടകയ്ക്ക് താമസിച്ചിരുന്നു. അവിടെ വെച്ച് ഇവിടെ ഉപദ്രവിക്കുകയും ഇവിടെ പിന്നെ കഴുത്തിൽ ചുടുകെട്ടിട്ട് ഇടിക്കുകയും കുറുക്കിൽ ഇടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പലപ്പോഴും നമ്മളടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ചേർന്ന് നമ്മളിവിടെ എൻ്റെ സഹോദരന്മാർ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അവിടെ പോയി സംസാരിച്ച് അവൻ ഇനിയൊന്നും അങ്ങനെയൊന്നും ചെയ്യൂല എന്നുള്ള ഇതിലായിരുന്നു നമ്മളുടെ തിരിച്ച് മറുപടി പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞ് എല്ലാം സോൾവ് ആക്കിയതിന് ശേഷം നമ്മളിങ്ങനെ പോയിട്ട് വീണ്ടും ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഇതേപോലെ പ്രശ്നമായിരുന്നു. അപ്പോൾ അവൻ്റെ വീട്ടുകാരും ഇതേ പറയുമ്പോൾ അവൻ്റെ വീട്ടുകാരുടെ അവൻ്റെ അച്ഛൻ്റെ അമ്മയും ചെന്ന് അവൻ ചീത്ത വിളിക്കുകയും അവർ അടിക്കാനൊക്കെ എല്ലാം ചെയ്യുക. അങ്ങനെ ഒരു ദിവസം വീണ്ടും അമ്മ എനിക്ക് ഇനിയിവിടെ എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് നിങ്ങൾ എങ്ങനെ മാമന്മാരും നിങ്ങളെല്ലാവരും കൂടെ ഇവിടെ വന്ന് ഇതിലെന്തെങ്കിലും ഒരു തീരുമാനം എടുത്താലേ പറ്റുള്ളൂ, എന്നെ കൊണ്ട് പറ്റുന്നില്ല
അപ്പോൾ ഞാൻ പറഞ്ഞു മക്കളെ നീ ഒരു കാര്യം ചെയ്യും, നീ 2 മക്കളെയും കൊണ്ട് നീ അവനെ വേണ്ടെന്ന് വെച്ച് നീ 2 മക്കളെയും കൊണ്ട് നീ എൻ്റെ വീട്ടിൽ വാ, നിനക്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് നമ്മളും കൂടെ പൈസ ഇട്ട് എടുത്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞ മറുപടി, അമ്മ എനിക്ക് എൻ്റെ ജോലി കളയാൻ പറ്റില്ല, എനിക്ക് ഇപ്പോൾ ഒരു നല്ല ശമ്പളമുണ്ട്, എനിക്ക് 2 മക്കളെ എനിക്ക് നല്ല നിലയിൽ എത്തിക്കണം, നല്ല പിള്ളേരെ നല്ല പഠിപ്പിക്കണം, നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ബെൻസി കൊണ്ടു നടന്ന ആ ഉന്തുവണ്ടി ഇവിടെ ഇപ്പോൾ ഇങ്ങനെ അനാഥമായി കിടക്കുകയാണ്. കുട്ടികളും പറഞ്ഞു കേട്ടോ, അച്ഛൻ എന്നും മദ്യപിച്ച് അമ്മയെ തല്ലുമായിരുന്നു എന്ന്. ബെൻസിയുടെ വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങളുണ്ടായപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി ബെൻസിയെ അവിടെ നിന്ന് മാറ്റാനും ഈ നിയമ നടപടികൾ എടുക്കാനും എന്തെങ്കിലും ചെയ്തായിരുന്നോ? ആ, പക്ഷേ പോയി അവിടെ എസ് ഐ ആയിട്ട് സംസാരിച്ചപ്പോൾ എസ് ഐ പറഞ്ഞു വേണമെങ്കിൽ ഞാൻ 2 അടി കൊടുക്കാം, പക്ഷേ വീണ്ടും ഇവനല്ലേ നിങ്ങളെ മോക്ക് ചിലവിന് കൊടുക്കേണ്ടത്, നമ്മൾ ചെയ്യണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ചത് ശരിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുട്ടിയുടെ ജീവിതം കൂടെ നമുക്ക് നോക്കണമല്ലോ, എന്തായാലും ശരിയാക്കി എടുക്കാൻ പറ്റിയാൽ നല്ല കാര്യമാണല്ലോ എന്ന് വിചാരിച്ച് സാറേ അത് മതി, എന്നാലും ഒരു വിരട്ട് അവന് കൊടുക്കണം, ഇനി പേടിക്കാൻ വേണ്ടി നന്നായിട്ട് കുട്ടികളെ നോക്കണം. എന്നിട്ട് ഈ ഇടയ്ക്ക് കൂടെ ഞാൻ എവിടെ വിളിച്ച് കൂട്ടുകാരടുത്ത് സംസാരിക്കുന്നില്ല സംസാരിച്ചു. ബെൻസി ആരും ഇല്ലാത്തവളായിരുന്നില്ല. ബെൻസിക്ക് മാമന്മാരുണ്ടായിരുന്നു, സഹോദരങ്ങളുണ്ടായിരുന്നു, നേർ സഹോദരങ്ങളല്ലെന്ന് മാത്രം. പക്ഷേ ആർക്കും അവളെ രക്ഷിക്കാനായില്ല. ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേന്നോ മറ്റോ ബിൻസി അമ്മയെ വിളിച്ചിട്ട് വിവരം പറഞ്ഞായിരുന്നോ? ആ, എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോഴും ഞാൻ അപ്പോൾ തലേ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഇതേപോലെ കഴിഞ്ഞ ആഴ്ച എന്നെ ഇതേപോലെ രാത്രി ഇതേപോലെ മദ്യവെച്ച് വന്ന് കുടിച്ച് എന്നെ ഇതേപോലെ ഓടിച്ച് ഞാൻ ഇങ്ങനെ ഓടിപ്പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ എന്നെ ചാനലിൽ അത് മോൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ പിടിച്ചല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു മക്കളെ നീ എന്ത് ധൈര്യത്തിലാണ് അവിടെ നീ നിൽക്കുന്നത്, എപ്പോഴായിരുന്നാലും അവൻ കൈ ഉണ്ടായിരിക്കും നിൻ്റെ മരണം എപ്പോഴും ഞാൻ പറയും. അപ്പോഴും അവൾ പറയും അമ്മ അതൊക്കെ ഞാൻ കരുതി കൂട്ടി തന്നെ ഞാൻ നടക്കുന്നത്. ഞാൻ പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു മക്കളെ നീ എന്നാ ഇങ്ങി വാ, എൻ്റെ ജോലിയും കളഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റില്ല അമ്മ, എനിക്ക് ആ നല്ല ജോലി കിട്ടിയതാണ്. കുട്ടികൾ പറഞ്ഞു എന്നും മദ്യപിച്ച് വരുന്ന അച്ഛൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കിടുവെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവർ രണ്ടുപേരും വഴക്കിടും. ഒടുവിൽ സുനിൽ ജയിക്കാൻ വേണ്ടി ചിരവയും വെട്ടുകത്തിയുമായി ബെൻസിയുടെ പിന്നാലെ ഓടും. ബെൻസി ആ കനാൽ തീരത്തൂടി ഓടി മാറും. മിക്കപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഒരിക്കൽ ബെൻസി ആ കനാലിലേക്ക് വീണു. അച്ഛൻ തള്ളിയിട്ടെന്നാണ് കുട്ടികൾ പറഞ്ഞത്. കുട്ടികൾ നമ്മളിലേക്ക് സംസാരിക്കുന്ന വീഡിയോ സാഫ്രോൺ മീഡിയ എന്ന നമ്മുടെ മറ്റൊരു ചാനലിലുണ്ട് കേട്ടോ. അത് കാണണമെന്ന് ആഗ്രഹമുള്ളവർ അവിടെ പോയി കാണുക, സാഫ്രോൺ മീഡിയ. ഇവിടെ നമുക്കറിയാൻ കഴിഞ്ഞത് ഒരിക്കൽ പ്രധാനമായും കനാലിലേക്ക് തള്ളിയിട്ടു, ഇഷ്ടിക കൊണ്ടിടിച്ചു, ചിരുവയെടുത്തടിച്ചു. ഇതൊക്കെ നമ്മളിന്ന് പറയാറില്ലേ, വളരെ മാരകമായ കുറ്റകൃത്യങ്ങളാണ്, പീഡനങ്ങളാണ്. ഇതൊക്കെ വനിതാ കമ്മീഷൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിലോ എത്തേണ്ട സമയത്ത് എത്തിയില്ല എന്നുള്ളതാവാം ഇവിടെ പറ്റിയ ഒരു പിഴവ്. ചവന്ന കിളിച്ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ പഞ്ചവന്ന കിളിച്ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ കണ്ണൊന്നടച്ചാലോ കാണാൻ കണ്ണിനഴകുള്ളവളെ പൊന്നിൻ പൂവേ നിന്നെ കാണാൻ എന്തൊരഴകാണെന്നേ ചെമ്പകപ്പൂമലരേ പഞ്ചവന്ന കിളിയുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ പഞ്ചവന്ന കിളിച്ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ കണ്ണൊന്നടച്ചാലോ കാണാൻ കണ്ണിനഴകുള്ളവളെ കണ്ണൊന്നടച്ചാലോ കാണാൻ കണ്ണിനഴകുള്ളവളെ പൊന്നിൻ പൂവേ
ബെൻസിക്ക് ആങ്ങളമാരാരെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല, ആങ്ങളെൻ്റെ ചേച്ചിയുടെ മോൻ മാത്രം, ചേച്ചിയുടെ മോനുണ്ട്. അല്ല, അമ്മയ്ക്ക് ഈ ഒരു ഇല്ല, മോൾ ഇല്ല, രണ്ട് മോള്. മറ്റേ ആൾ എത്ര വയസ്സുണ്ട്? ഇളയ മോക്ക് 22 വയസ്സ്. നീ നിന്റെ ഭാര്യ കുഞ്ഞുങ്ങളെ നീ നന്നായിട്ട് വിശപ്പിനെങ്കിലും കൊടു, എന്നിട്ട് നീ കുടി. നീ ആദ്യം അതെങ്കിലും നിന്റെ നിലപാട് നീ അത് ചെയ്യും. നീ കുടുംബത്തിന് വേണ്ടി നീ സ്നേഹിക്കാൻ പഠിക്കും. എങ്കിലല്ലേ നിന്റെ ഭാര്യ നിന്നെ സ്നേഹിക്കുള്ളൂ. നമ്മളെന്തെങ്കിലും പറയുമ്പോൾ മാമ ഞാൻ നോക്കാം മാമ എന്നൊക്കെ പറയും. എൻ്റെ ഭാര്യ ആയാലും ഞാൻ സംസാരിച്ചാലോ എൻ്റെ മക്കളെ വിളിച്ചാലോ എൻ്റെ അളിയന്മാർ വിളിച്ചാലോ എല്ലായിടത്തും നീറ്റാണ്. അപ്പോൾ ഇയാൾ നിങ്ങളോട് ഒരിക്കലും അടിവിടാൻ വന്നിട്ടില്ല, ഇല്ല ഇല്ല. അതിനുള്ള ധൈര്യം കാണിച്ചിട്ടുമില്ല. ഇവിടുത്തെ വന്ന് അവൻ പോകില്ലെന്ന് അവന് നല്ലോണം ഉറപ്പുണ്ട്. അഥവാ അത് എൻ്റെ മോളടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, മാവൻ്റെ മോൻ കറുത്ത് ഇന്ന് ഞാൻ പറയുന്നു. കാരണം ഞാൻ നേരെ പോകുമ്പോൾ വളരെ സൈലൻ്റാണ്. കാരണം എൻ്റെ കുട്ടിയുടെ ജീവിതം എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു സ്മാർട്ട്. നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല അല്ലേ ഇങ്ങനെ സംഭവിക്കും. കുളിച്ച വെള്ളത്തിൽ വിചാരിച്ചു. എന്നാ രക്ഷിക്കാമായിരുന്നു. അർത്ഥത്തിലും നല്ല കുടുംബിനിയാണ്. ദിവസവും ഞങ്ങൾ വിളിക്കുകയാണ് മോളെ. അതെ, ഈ ഒരു അവസ്ഥയെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയും രക്ഷിക്കാമായിരുന്നു എല്ലാ അർത്ഥത്തിലും. അവളെ മനസ്സിനകത്ത് 2 കുട്ടികളെ നല്ല ഭാവി തന്നെയാണ് അവളെ ഉദ്ദേശം. അതിൻ്റെ ഒരു തെളിവെന്ന് പറയുന്നത് ഞങ്ങൾ ബോഡി കൊണ്ട് അവിടെ പോയിട്ട് ഞങ്ങൾ മോർച്ചറിയിൽ നിന്ന് ബോഡി അവർ ആവശ്യപ്പെട്ടു. കാരണം കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കല്ലൂര് പഞ്ചായത്ത് അതെ അവർ ആവശ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ ബോഡി അവിടെ അവർക്ക് ഒരു 15 മിനിറ്റ് നിങ്ങൾ ഞങ്ങൾക്ക് തരുമോ, ഞങ്ങൾ പിള്ളേരെ ഒന്ന് കാണട്ടെ അവസാനമായിട്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞ് തീർച്ചയായിട്ടും അത് ചെയ്യുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞ സമയത്തിൽ കൂടുതൽ സമയം നമ്മൾ കൊടുത്തു. പക്ഷേ ഞങ്ങൾ നേരിൽ കാണുമ്പോഴായിരുന്നു എൻ്റെ അളിയന്മാരുടെ അടുത്തായിരുന്നാലും പിന്നെ എൻ്റെ ഭാര്യ അടുത്തായിരുന്നാലും എൻ്റെ ഇളയ മോളാണിത്. എല്ലായിടത്തും നല്ല സ്നേഹവും സഹകരണവും ഒക്കെയാണ്. പക്ഷേങ്കിൽ ഇവൻ മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ ഇവളെ പേരിൽ തെറ്റിദ്ധാരണ, ആവശ്യമില്ലാത്ത മോശമായ വാക്കുകൾ ഉപയോഗിക്കുക, ഉടനെ വെട്ടൊത്തിയെടുക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ ഫോണിൽ കൂടെ ചോദിക്കും, നീ എന്താടാ കാണിക്കുന്നത്? ഞാൻ വരുമ്പോൾ നീ നല്ല നീറ്റായിട്ട് എൻ്റെ സ്നേഹത്തിൽ സംസാരിച്ച് നീ എൻ്റെ കുട്ടിയുടെ നീ എന്താണ് കാണിക്കുന്നത്? ഇത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ ഓരോ ദിവസം വീട്ടിൽ പോയി അച്ഛനെ അമ്മയും കണ്ട് ഞാൻ കാര്യം പറഞ്ഞു. ഇനി എൻ്റെ സ്വഭാവം മാറും. ഇതുവരെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാമല്ലേ മാന്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സഹകരിച്ചിട്ടുള്ളത്. ഇനി എൻ്റെ കുട്ടിയുടെ കണ്ണീര് വീണ് കഴിഞ്ഞാലും ഞാൻ അവനെ വിടും. നിങ്ങളെന്തോ ചെയ്തോ, നിങ്ങളൊരു വേറെ രീതിക്ക് സംസാരിക്കണമല്ലോ. ഞാൻ പറഞ്ഞു വേറെ രീതിക്കാണ് ഞാൻ സംസാരിക്കണത്. കാരണം നമ്മൾ ക്ഷമിക്കണതിന് പൊറുക്കണതിന് ഒരു മര്യാദയില്ലേ. എന്നിട്ട് ലാസ്റ്റ് ഈ സംഭവം നടക്കുന്നതിന് മുമ്പായിട്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ പറഞ്ഞു, മക്കളെ നീ ഇവനെ കളഞ്ഞിട്ട് നീ ഇഞ്ഞ് വാ. അപ്പോൾ പറഞ്ഞ് കൊച്ചായി എൻ്റെ ജോലി കൊച്ചാനറിയാമല്ലോ, എനിക്ക് വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു ജോലിയാണ്. ഈ എൻ്റെ കുട്ടികളെ എനിക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. പിന്നെ എനിക്ക് അവർക്ക് കാരണം ഇയാൾ രാവിലെ ജോലിക്കും പോകില്ല. ഞാൻ കൊണ്ടുവരുന്നതിന് അത് തന്നെ ഒന്നെണ്ണം പൊരിച്ച മീൻ വേണം, പപ്പടം വേണം, ഇങ്ങനെയൊക്കെയാണ് പറയണം. 5 പൈസ വീട്ടിൽ കൊടുക്കുകയില്ല. അമ്മയ്ക്കും ഇളയച്ചനും ഒക്കെ നമ്മളോട് പറയാൻ ഇതൊക്കെയാണുള്ളത്. ഇന്ന് ബെൻസി പള്ളിയുടെ പിൻവശത്തെ സെമിത്തേരിയിൽ ഉറങ്ങുകയാണ്. ആരോടും പരിഭവമില്ല ബെൻസിക്കുന്ന. പക്ഷേ ബെൻസിയെ നഷ്ടമാക്കിയ കാലത്തോട് നമുക്ക് പരിഭവമുണ്ട്. പരിസരവാസിയായ ചെറുപ്പക്കാരനെ ചേർത്തൊക്കെ ബെൻസിയെ പറയുക, അതിൻ്റെ പേരിൽ എന്നും വീട്ടിൽ വഴക്കിടുക, അയാളോട് കൂട്ടി ചോദിക്കുക, പിള്ളേരോട് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്ന അവസരത്തിൽ നിൻ്റെ അച്ഛനും ഈ അമ്മയും തമ്മിലല്ലേടാ എന്നൊക്കെ പറഞ്ഞ് അത്രയും വളരെയധികം സംസ്കാരശൂന്യമായി ഒരുപക്ഷെ എന്തെങ്കിലും അങ്ങനെ കണ്ടാൽ അതിനൊക്കെ സൗമ്യമായ ഭാഷയിലൂടെ മാന്യമായ രീതിയിലുള്ള പ്രതികരണങ്ങളാവാം, ആയിക്കൂടെന്നല്ല. പക്ഷേ മദ്യത്തിൻ്റെ ലഹരിയിൽ വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും എവിടെയും കൈവിട്ടു പോകുന്നു എന്നതാണ് നമ്മുടെ പൊതുവെയുള്ള ഒരു കാഴ്ച. പൊതുവെ നമ്മൾ പല വാർത്തകളിലൂടെയും കാണുന്നത്. ഇവിടെയും അതുതന്നെ സംഭവിച്ചു. സുനിൽ ബെൻസിയെ വെട്ടിക്കൊന്നു. ശരി തെറ്റുകൾ വ്യക്തിയാധിഷ്ഠിതമായി വിഭിന്നങ്ങളാണല്ലോ. കാലദേശങ്ങളിൽ മാറി മാറി വരുന്നവയാണവയൊക്കെ, ആപേക്ഷികങ്ങളാണ്. ഒരുപക്ഷെ ബെൻസി തെറ്റു കാണിച്ചാൽ അതേ തെറ്റുകൾ നീയും കാണിച്ചിട്ടുണ്ട് എന്ന് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയുന്നുണ്ട്. സുനിൽകുമാറും ഇതുപോലെ ചങ്ങാതിയൊക്കെ തേടി രാഖി രാമായണം നടന്നിട്ടുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാട്ടുവർത്തമാനങ്ങളാണ്, അതുകൊണ്ട് പൊറുക്കാമായിരുന്നു. എന്തായാലും വിഷമമുണ്ട്. അങ്ങനെ ഒരാൾ കൊല്ലപ്പെട്ടു, ഒരാൾ ജയിലിലായി, 2 കുട്ടികൾ അനാഥരായി. ഇതിൻ്റെ മൂലകാരണം എന്തെന്നറിയോ? നമ്മുടെയൊക്കെ പൊതു ഖജനാവിലേക്ക് പണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വിറ്റഴിക്കുന്ന മദ്യം, ലഹരി വസ്തുക്കൾ. എന്തും മദ്യം കിട്ടാതെ വരുമ്പോൾ മറ്റ് ലഹരി വസ്തുക്കൾ തേടും. അടിസ്ഥാന കാരണം അതാണ്. ഒന്നല്ല കേട്ടോ, ഏകദേശം 75% കുടുംബങ്ങളും തകർത്തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്.
ഇനിയെങ്കിലും ഒന്ന് ഉണരൂ സർക്കാരെ.